ഹായ് വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിച്ചണിൽ പ്രത്യേകിച്ച് സ്റ്റോറേജോ കബോർഡോ ഒന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ടും നീറ്റായിട്ടും കിച്ചണിലെ വസ്തുക്കൾ അടുക്കി വെക്കാനുള്ളൊരു സിമ്പിൾ ഐഡിയ ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് ബോക്സാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് ബോക്സ് കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റാത്തത്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ളൊരു സ്റ്റിക്കർ പേപ്പർ തന്നെ വേണമെന്നില്ല, ക്ലോത്ത് ആയാലും മതി. ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ സ്റ്റിക്കർ പേപ്പറിൻ്റെ ഒരു സൈഡ് നല്ല ഭംഗിയുള്ള പൂക്കളും ഒരു സൈഡ് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന സ്റ്റിക്കറുമാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സ് നോക്കി എടുത്തതിന് ശേഷം വൃത്തിയായിട്ട് ഈ ഒരു സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ സ്റ്റിക്കർ പേപ്പർ ചില ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിന് പകരം പഴയ ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടാത്ത നല്ല വൃത്തിയുള്ള ക്ലോത്ത് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കീറിയതിന് ശേഷം ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഇപ്പോൾ അടിഭാഗത്ത് ഫുള്ള് ഞാൻ സ്റ്റിക്കർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ബേസ് ഭാഗത്ത് സൈഡിലും സ്റ്റിക്കർ പേപ്പർ ഒട്ടിച്ചു. ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നും ഒട്ടിച്ചിട്ടില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് അകത്തൊട്ടിക്കുകയാണ്. അപ്പോൾ സൈഡുകൾ ഫുള്ള് സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് ബാക്ക് ഭാഗവും കവർ ചെയ്യാം. ഇത് ഫുള്ളും ക്ലോത്ത് വെച്ചിട്ടും ചെയ്യാം. ക്ലോത്ത് വെച്ച് ചെയ്യുന്നതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിൽ ചെയ്യുന്നത് ക്ലോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത്, കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ പഴയ ഒരു നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വേണ്ടാത്ത ഒരു നൈറ്റിയാണ്, കുറച്ച് കളറൊക്കെ ഡിമ്മായി പോയ നൈറ്റിയാണ്. എങ്കിലും ഇങ്ങനെ എടുക്കുന്ന തുണി കുറച്ച് ഭംഗിയുള്ളതാണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗങ്ങൾ ഫുള്ളായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കണം. നല്ല വലിയൊരു ഷീറ്റ് പോലെ നൈറ്റി മുറിച്ചെടുത്താൽ മതി. നൈറ്റി തന്നെ വേണമെന്നില്ല, നിങ്ങൾ യൂസ് ചെയ്യാത്ത ഏത് വലിയ ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം അതാ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഞാനിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ കാർഡ്ബോർഡ് ആയതുകൊണ്ടാണ് ഫുള്ള് ക്യാമറയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളിച്ച് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം സൈഡുകളിൽ കണ്ടോ, സൈഡുകളിൽ പകുതി ഭാഗം സ്റ്റിക്കർ പേപ്പർ ഉള്ള ഭാഗം കവർ ചെയ്യുവാണ്. കവർ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഞാൻ ഈ ഒരു നൈറ്റിയുടെ ബോർഡറുള്ള ഭാഗമാണ് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ബോർഡറില്ലാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഹോട്ട് ഗ്ലൂ ഗണ്ണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചൂടാക്കി ഒട്ടിച്ചൊട്ടിച്ച് പോവുക. അപ്പോൾ അത് നീറ്റായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വളയരുത്. പിന്നെ ഒരു കാര്യം, സ്റ്റിക്കർ പേപ്പർ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാൻ കിട്ടാത്തവർ ഓൺലൈനിൽ നോക്കിയാൽ മതി. സ്റ്റിക്കർ പേപ്പർ പല ഡിസൈനിൽ അവൈലബിൾ ആണ്. പിന്നെ സ്റ്റിക്കർ പേപ്പറാണ് ക്ലോത്ത് ഒട്ടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം. പക്ഷേ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതും നന്നായിട്ട് ഇരിക്കുന്നതും ക്ലോത്താണ്. അതിന് കുറച്ചുകൂടെ ഭംഗി ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റിക്കർ ആകുമ്പോൾ അടിയിൽ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒട്ടിച്ച് കഴിയും. ക്ലോത്ത് ആകുമ്പോൾ കുറച്ചുകൂടെ സമയമെടുക്കും, എങ്കിലും ഭംഗി കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നീളത്തിന് വെച്ചിട്ട് ഫുള്ള് ക്ലോത്ത് ഒട്ടിക്കുകയാണ്. ക്ലോത്ത് ഒട്ടിക്കുമ്പോൾ ചുളുക്കുകൾ വീഴാതെ വലിച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഉള്ള ഗ്യാപ്പൊന്നും വരരുത്. അതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് ഇരിക്കണം. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം ഇല്ലേ, ആ മിഡിൽ ഭാഗം ഒന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ അവിടെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഗൺ തേച്ചതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഇതിൽ കൂടെ കാണാൻ ഏത് വീഡിയോസാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോ ചെയ്യാനും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗൺ ഗ്ലൂ ഞാൻ അകത്തേക്ക് ഇങ്ങനെ തേക്കുവാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തേച്ചാൽ മതിയാവും. അതിനുശേഷം ഈ തുണി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിക്കണം. പിന്നെ ഗ്ലൂ തേക്കുമ്പോൾ നന്നായിട്ട് ഗ്ലൂ തേക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര നാളിരുന്നാലും ഇത് ഇല്ലാതാകാതെ, ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണെന്ന് പോലും മനസ്സിലാവാതെ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. നനയാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. കിച്ചണിലൊക്കെ ആയതുകൊണ്ട് നനയുന്ന ഏരിയ ആണല്ലോ. അപ്പോൾ നനയുന്ന വസ്തുക്കൾ മാത്രം ഇതിനകത്ത് സൂക്ഷിക്കാതിരുന്നാൽ മതി. അത് ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഈ ഒരു ഭാഗവും നല്ല നീറ്റായിട്ട് തന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഹോട്ട് ഗ്ലൂ ഗണ്ണ് ഏറ്റവും നല്ലത് തുണി ഒട്ടിക്കാനാണ്. ഒട്ടും ഇളകില്ല, നമ്മളത് വലിച്ചിളക്കാതെ അത് ഇളകാതെ വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു സൈഡ് കഴിഞ്ഞ് പിന്നെ ഈ ഒരു മിഡിൽ പാർട്ടിലും ഈ ഒരു ഹോട്ട് ഗ്ലൂ ഗൺ നന്നായിട്ട് തേച്ച് ഒട്ടിക്കണം. പിന്നെ ഇതിൻ്റെ പ്രശ്നം പെട്ടെന്ന് ഉണങ്ങും
കേട്ടോ, പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് കുറച്ച് ഭാഗം ഗ്ലൂ തേച്ചതിന് ശേഷം ഒട്ടിച്ച് വേണം പെട്ടെന്ന് പോവാൻ. കണ്ടോ, ഈ 2 സൈഡ് നല്ല വൃത്തിയായിട്ട് ഞാൻ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നല്ല രീതിയിൽ ഒന്ന് നീറ്റായിട്ട് തന്നെ ഒട്ടിച്ച് വെക്കുക. കണ്ടോ, സൈഡുകൾ ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുള്ള് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അകത്ത് ഫുള്ള് ക്ലോത്തും പിന്നെ സൈഡുകളിൽ പകുതി ക്ലോത്തും, ആ ഒരു രീതിയിലാണ് ഞാനിത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നല്ല സ്റ്റിക്കർ പേപ്പറൊക്കെ ഒട്ടിച്ചതുപോലെ തന്നെ ക്ലോത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടിഭാഗത്ത് സ്റ്റിക്കർ പേപ്പറുമായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ വീട്ടിലാവശ്യമായ കടലയും പരിപ്പും നട്ട്സും ഒക്കെ ഇട്ട് വയ്ക്കുന്ന കുപ്പികളാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പം കിച്ചൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് എല്ലാം പറക്കി ഒതുക്കി വൃത്തിയായിട്ട് ഇതുപോലെ ചെറിയ കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ കുറച്ച് കുപ്പികളായിട്ട് മാത്രം വയ്ക്കാം. വലുതാണെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഡ്രൈ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന എന്ത് ഐറ്റം വേണമെങ്കിലും ഇങ്ങനെ കീപ്പ് ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ വൃത്തിയായിട്ട് നന്നായിട്ടും ഇരിക്കും. ഒരേപോലത്തെ ബോട്ടിൽ നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്തൊരു ഐഡിയ കാണാം. അപ്പോൾ അടുത്തൊരു ഐഡിയ ഞാൻ ഈ കാർഡ്ബോർഡ് ബോക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഷൂ ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ഷൂ ബോക്സാണ്. അപ്പോൾ ഷൂ ബോക്സ് ആയിരിക്കും ഇതിന് നല്ലത്. കട്ടിയുള്ള ബോക്സ് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ വരുന്ന നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാതെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഞാൻ ഒരുപാട് കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഐഡിയാസ്, റീയൂസ് ഐഡിയാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എന്താ ഇതിൽ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലും ഞാൻ സ്റ്റിക്കർ പേപ്പറാണ് ഫുൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്ത് യൂസ് ചെയ്യാം. ഫുൾ സ്റ്റിക്കർ പേപ്പറിന് പകരം ഫുൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വൃത്തിയായിട്ട് ഇതിനകത്തോട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഭാഗത്ത് സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ കിച്ചൺ ഒരേ ഒരു തീമിലും ഒരേ ഒരു ഡിസൈനിലും വേണമെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ട് കാർഡ്ബോർഡ് ബോക്സിൽ ഇതുപോലെ ഒട്ടിച്ച് ഫുള്ള് സ്റ്റോർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലോത്താണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരേ ടൈപ്പ് ക്ലോത്ത്, ഫ്ലോറൽ ഡിസൈനൊക്കെയുള്ള ക്ലോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ എത്ര നാളായാലും ഇരിക്കും കേട്ടോ. സ്റ്റിക്കർ പേപ്പറിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ക്ലോത്താണ്. ചിലപ്പോൾ സ്റ്റിക്കർ പേപ്പറിൻ്റെ സ്റ്റിക്കർ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോവും. നല്ല സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ ഇതുപോലെ സ്കെയിലൊക്കെ വെച്ച് നന്നായിട്ട് ഇടയ്ക്ക് ബബിൾസും ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരാതെ വൃത്തിയായിട്ട് കവർ ചെയ്ത് ഒട്ടിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ഉൾഭാഗത്തൊന്നും ഒട്ടിക്കുന്നില്ല, പുറമേ കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനം അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഉള്ളും പുറമേയൊക്കെ എന്തൊട്ടിക്കണം എന്തൊട്ടിക്കണ്ട, അല്ലെങ്കിൽ ഒട്ടിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബോക്സ് ഫുള്ള് ഞാൻ സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ കിച്ചണിൽ സവാളയും അല്ലെങ്കിൽ പൊട്ടറ്റോയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല. അപ്പോൾ അതൊക്കെ കിച്ചണിൽ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ തട്ടൊക്കെ വാങ്ങിയിട്ട് അതിൽ സൂക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്തതൊന്നും വാങ്ങിക്കാതെ തന്നെ സവാളയും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ നന്നായിട്ട് അടുക്കിയിട്ട് സൂക്ഷിക്കാം. കാണാൻ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കും. നനവില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്